അപ്പം കൊണ്ടുവരുന്നവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് തെറ്റാണോ? പൂന്തല കോഴിപ്പാതിരിയെ സലാലയിൽ പിടിച്ച് ഫ്രൈ ആക്കാതെ പപ്പം കൂടെയും പറിച്ച് നാട്ടിലേക്ക് കയറ്റി വിട്ടെങ്കിലും സംഭവത്തിൻ്റെ പുക ഇതുവരെ അടങ്ങിയിട്ടില്ല. പാതിരി നാറിയായിരുന്നുവെങ്കിലും നല്ലവനായിരുന്നു എന്നൊരു കൂട്ടം, രണ്ടെണ്ണം അടിച്ചെങ്കിലേ കുറേയാകത്തുള്ളൂ എന്ന് മറ്റു ചിലർ, ഷെയർ ഇടുവാൻ യാതൊരു മടിയുമില്ലാത്ത സഹൃദയനായിരുന്നു എന്ന് വേറെ ചിലർ. എന്നാൽ നമുക്ക് ടോസ് ഇടാമെന്ന് പറഞ്ഞ് രണ്ടംഗ കോഴി കമ്മീഷൻ, കോഴി പ്ലസ് കോഴി ഈസ് ഈക്വൽ ടു കേസ് ആവി. പാതിരിയുടെ പണന്മാർ ഇപ്പോൾ വല്ലാത്തൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം കൊണ്ടുവരുന്നവരെ അപ്പം തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് തെറ്റാണോ ബിഗിലേ എന്ന്. സത്യമാണ്, പാതിരിക്ക് അങ്ങനെ ഒരു സ്വഭാവ സവിശേഷതയുണ്ട്. പാപ്പം കൊണ്ടുവരുന്നവരെ അപ്പോൾ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യണം. ആളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണല്ലോ. പവർ ഓഫ് അപ്രീസിയേഷനെ കുറിച്ച് എന്തൊക്കെയോ ധാരണയുണ്ട്. അപ്രീഷിയേറ്റ് ചെയ്യുവാൻ കൈനീട്ടുമ്പോൾ കൈ നനഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ നോ പ്രോബ്ലം ബേബി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കും. പടേന്ന് ചെവിക്കലിന് കിട്ടുമ്പോൾ അമ്മോ എന്ന് സ്മരിച്ചിട്ട് എന്നെ ഒരു സഹോദരനായി കാണണമെന്ന് പറഞ്ഞ് പട്ടി പോകുന്നത് പോലെ കാലിൽ പിടിച്ചു പോകും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്തതിശയമേ ദൈവത്തിന് സ്നേഹമെന്ന് പാട്ടുപാടി പോവുകയും ചെയ്യും. എന്ത് നല്ല പാതിരിയല്ലേ! ഈ വിടന്മാരുടെ അടുത്താണ് അച്ഛ കൊച്ച എന്ന് പറഞ്ഞ് തലയിൽ തുണിയിട്ടുപോയി ഭവ്യതയിൽ നിൽക്കുന്നത് എന്നോർക്കണം. പരാതി നൽകിയ യുവതിക്കും കുടുംബത്തിനുമെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ പാതിരിയുടെ പാണന്മാർ അപകീർത്തിപരമായ പരാമർശങ്ങൾ ഫേക്ക് ഐഡി ഉണ്ടാക്കി നൽകിയതിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് വിവരം. അവരുടെ വിശദമായ വിവരങ്ങൾ ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നൽകുന്നതായിരിക്കും. പള്ളിയിലെ ഒരു വിഭാഗം ആൾക്കാരും ചില വൈദികരുമാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. ഈ പാതിരി മുൻപിരുന്ന ഒരിടവകയിൽ 7 വർഷത്തിന് മുമ്പ് ഒരു യുവതിയോട് മോശമായി പെരുമാറിയതിന് കെട്ടിയിട്ടടിച്ചിട്ടുള്ളതാണ് എന്നാണ് വിവരം. അതുപോലെ കോതമംഗലം പള്ളിയിൽ വികാരിയായിരുന്നപ്പോൾ വിശ്വാസ തീക്ഷ്ണത മൂത്ത് പാതിരാപ്പടം കാണുവാൻ തലയിൽ മുണ്ടിട്ട് പോയപ്പോൾ വിശ്വാസികൾ തിയേറ്ററിൽ വെച്ച് പിടിച്ചിട്ടുള്ളതുമാണ്. ഒരു കുഞ്ഞാട് സെക്കൻഡ് ഷോയ്ക്ക് കാനനസുന്ദരി എന്നൊരു പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അടുത്ത് മുഖം മറച്ചിരിക്കുന്ന ആളെ നോക്കിയപ്പോൾ റവറൻ വികാരി വികാരപരവശനായിരിക്കുന്നു. കത്തനാരനാ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ ഇടവകക്കാരെങ്കിലും അശ്ലീല ചിത്രങ്ങൾ കാണുവാൻ വരുന്നുണ്ടോ എന്ന് നോക്കുവാൻ വന്നതാണെന്ന് പറഞ്ഞത്രേ. ആ മൊണ്ണ വിശ്വാസി അതും വിശ്വസിച്ച് എന്നെ ഇവിടെ കണ്ട കാര്യം അപ്പനോട് പറയല്ലേ എന്ന് പറഞ്ഞ് പോയി. പിന്നെ ഇടവകക്കാരെ തപ്പി പാതിരി സ്ഥിരം സെക്കൻഡ് ഷോയ്ക്ക് പോക്ക് തുടങ്ങിയതോടെ വിശ്വാസികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്നും ഒരു കമ്മീഷനെ വെച്ചു. കമ്മീഷൻ മേടിച്ച് റിപ്പോർട്ട് ആവിയായത് ചരിത്രം. അന്ന് അടുത്തിരുന്ന് ജംഗിൾ ജവാനി കണ്ടവൻ്റെ മകൻ ഇന്ന് ഏതാണ്ട് ആ പ്രായം വരും. പല സ്ത്രീകൾക്കും ഈ പാതിരിപ്പാമ്പിൻ്റെ അടുത്ത് നിന്നും പലതരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരാരും ഇദ്ദേഹത്തിനെതിരെ ഒരു പരാതി കൊടുക്കുവാൻ ധൈര്യപ്പെട്ടില്ല. അവരെ അതിൽ നിന്നും അനുനയിപ്പിച്ചു പിന്മാറ്റി. എന്നാൽ ഈ സഹോദരിയും ആ സഹോദരിയുടെ ഭർത്താവും കാണിച്ച ധൈര്യം ഒന്നുകൊണ്ടും മാത്രമാണ് ഈ പാതിരിയുടെ തനിക്കുണം പുറത്തു വന്നത്. അവരെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. അവർക്ക് ഞങ്ങളുടെ എല്ലാ പിന്തുണയും അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ i2 ന്യൂസ് നൽകിയത് വ്യാജ വാർത്തയാണ്. ഇങ്ങനെയൊരു സംഭവമേ സലാലയിൽ നടന്നിട്ടില്ല. പാതിരി വളരെ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു, പള്ളിയിലെ പടലപ്പടക്കമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്നൊക്കെയായിരുന്നു പാണന്മാരുടെ പ്രചാരണങ്ങൾ. പാതിരി കഴിവില്ലാത്തവനാണ്, പാതിരി പള്ളിയിലെ കിടുവല്ലായിരുന്നു എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതൊന്നും ഞങ്ങളുടെ വിഷയമേ അല്ല. ഞങ്ങൾ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞത് സലാല മാർത്തോമ ഇടവക വികാരി ജോണീശോയുടെ ഭാഗത്തു നിന്നും ഒരു യുവതിക്ക് ദുരനുഭവം ഉണ്ടായെന്നും യുവതിയുടെ പരാതിയെ തുടർന്ന് കത്തനാർ അത് സമ്മതിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും മാപ്പ് എഴുതി വാങ്ങി മാർത്തോമ മെത്രാപ്പോലിത്തയ്ക്ക് അയക്കുകയും അതിനെ തുടർന്ന് മെത്രാപ്പോലിത്ത രണ്ടംഗ കമ്മീഷനെ വെക്കുകയും സലാല മാർത്തോമ പള്ളിയിൽ ജോണീശോ കത്തനാരെ നവംബർ 15 മുതൽ വിടർത്തുന്നതായുള്ള കൽപ്പന അദ്ദേഹത്തെ കൊണ്ട് തന്നെ വായിപ്പിച്ചു എന്നുമാണ്. ഇതിൻ്റെ തെളിവല്ലേ വേണ്ടത്? ഇതാ പിടിച്ചോളൂ. ജോണീശോ പാതിരി തന്നെ മാറ്റുന്നതായുള്ള കൽപ്പന ജനങ്ങളുടെ മുന്നിൽ കുർബാനാനന്തരം വായിക്കുന്നത് കേൾക്കുക. നമ്മുടെ സലാല മാർത്തോമ ഇടവകക്കാരുടെ സലാല മാർത്തോമ ഇടവക വികാരി ജോണീശോ അച്ഛൻ്റെ പെരുമാറ്റത്തിൽ ഉണ്ടായ ചില സംഭവങ്ങൾ ഇടവകയ്ക്കും സഭയ്ക്കും അസ്വീകാര്യമാണെന്ന വസ്തുത ഇടവക അംഗങ്ങളിൽ ചിലർ ഇവിടെ അറിയിക്കുകയുണ്ടായി. നിങ്ങളുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി ഒരു കമ്മീഷനെ അയക്കുകയുണ്ടായല്ലോ. പ്രസ്തുത കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ 2022 നവംബർ 15 മുതൽ ജോണീശോ പ്രശസ്തയായ ആ ഇടവകയുടെ വികാരി എന്ന ചുമതലയിൽ വിടർന്നുവെന്നും
പകരം അന്ന് മുതൽ ആ ഇടവകയുടെ വികാരത്തെ ചുമതല കൂടെ ഒമാൻ മാർത്തോമാ ഇടവക സഹവികാരി ദിവസി ബിനു തോമസ് പേസസായ പരിഗണിപ്പിക്കുന്നു എന്ന് അറിയിക്കുന്നു. ജോണീസ് പേസസായ്ക്ക് ശമ്പള വകയിലോ മറ്റിനങ്ങളിലോ തൊഴിലുകൾ എന്തെങ്കിലും നൽകുവാനുണ്ടെങ്കിൽ അത് കൊടുത്തുതീർത്ത് അച്ഛൻ യാത്രയായിട്ടുണ്ടെങ്കിൽ കർത്താവിനെ അനുഗ്രഹിക്കട്ടെ എന്ന കർത്തൃശ്രുതിയിൽ മാർത്തോമാ മെത്രാപ്പൊലീത്ത കോപ്പി ടു ഡയോസിസ് എപ്പിസ്കോപ്പ റവറൻഡ് ബിനു തോമസ് അസിസ്റ്റന്റ് വികാർ ഒമാൻ മാർത്തോമാ ചർച്ച് മസ്കറ്റ്. ഈ കൽപ്പന പ്രകാരം എൻ്റെ ഈ ഇടവകയെ ചുമതല നവംബർ 15-ാം തീയതി അവസാനിക്കുകയാണല്ലോ. നവംബർ 16-നോ 17-നോ നാട്ടിലേക്ക് മടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നു. കേട്ടല്ലോ, സമാധാനമായല്ലോ. തെളിവിൽ തൃപ്തിയായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുക എന്ന് പറഞ്ഞതുപോലെ പിടിച്ച പാതിരിയെ കൊണ്ട് തന്നെ വിഷമിറക്കി. ഇതുപോലെയുള്ള നല്ല നല്ല ആചാരങ്ങൾ ഇനിയുമുണ്ടോ എന്തോ. കാണുമായിരിക്കാം, കാത്തിരിക്കാം. ഞങ്ങൾ ഈ വാർത്ത നൽകുകയും അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുവാനും കാരണം ഇത്തരം വിഷയം ഇടവകളിലുണ്ടായാൽ ഇത്തരം പാതിരികൾക്കെതിരെ യാതൊരു നടപടികളും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, പരാതിക്കാരിയെ വളരെ മോശമായി ചിത്രീകരിച്ച് അവർക്ക് വെളിയിൽ ഇറങ്ങുവാൻ പറ്റാത്ത അവസ്ഥ ഈ പാതിരിക്കൂട്ടങ്ങൾ ഉണ്ടാക്കും. പാതിരി പാപ്പം തിന്നാൻ അടുത്ത വലിയ ഇടവകയിലേക്ക് എസ്കേപ്പ് ആകുകയും ചെയ്യും. അന്വേഷണ കമ്മീഷനും റിപ്പോർട്ടുമൊക്കെ വെറും പ്രഹസനം മാത്രം, മുണ്ണവിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രം. ഇവന്മാരെ ഞങ്ങൾ ഇതുപോലെ സ്മരിക്കുന്നത് കൊണ്ട് പൊതുജനത്തിന് കാര്യങ്ങൾ മനസ്സിലാകും. ഇവന്മാരെ വീടിൻ്റെ പരിസരത്തടുപ്പിക്കുകയും ചെയ്യില്ല. പരാതിക്കാരെ വിരട്ടാനുള്ള വെറും ഊച്ചാളിപ്പീസ് പരിപാടിയുമായി ഇറങ്ങിയാൽ ഒരുത്തനെയും ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഈ സഹോദരിയെയും ഭർത്താവിനെയും പോലെ എന്തെങ്കിലും ദുരനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായാൽ അപ്പോൾ തന്നെ നിങ്ങൾ മറച്ചു വെക്കരുത്. അത് പരാതിപ്പെടണം, പുറത്തുവിടണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.